2016 അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കണക്കെടുപ്പിൻ്റെ കാലമാണ്. 2016 എന്തൊക്കെയായിരുന്നു ഈ ലോകത്ത് സംഭവിച്ചത്? ഏതായാലും യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പരിച്ഛേദം ലഭ്യമാകും. അത്തരത്തിൽ യൂട്യൂബിൻ്റെ 2016 തിരിഞ്ഞുനോട്ടം യൂട്യൂബ് റിവൈൻഡ് വീഡിയോ സീരീസ് എത്തുകയാണ്. Bring it. അങ്ങനെ 2016 യൂട്യൂബ് റിവൈൻഡും എത്തുന്നു. ഓരോ വർഷത്തെയും വൈറൽ വീഡിയോകൾ, സംഭവങ്ങൾ, ആശയങ്ങൾ, സംഗീതം ഇവയിലേക്കെല്ലാമുള്ള തിരിഞ്ഞുനോട്ടമാണ് യൂട്യൂബ് റിവൈൻഡ്. അതായത് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വീഡിയോ സീരീസ്. ആദ്യ യൂട്യൂബ് റിവൈൻഡ് വീഡിയോ പുറത്തിറങ്ങുന്നത് 2010 ആദ്യ വർഷങ്ങളിൽ ടോപ്പ് 10 ശൈലിയിലാണ് യൂട്യൂബ് റിവൈൻഡ് വീഡിയോകൾ പുറത്തു വന്നിരുന്നത്. 2012 മുതൽ ഇതിന് മാറ്റം വന്നു. പകരം പോപ്പുലർ മ്യൂസിക് വീഡിയോസ്, മ്യൂസിക് മാഷപ്സ്, ബ്രേക്കിംഗ് ന്യൂസ്, ഇന്റർനെറ്റ് മീംസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് യൂട്യൂബ് റിവൈൻഡ് എത്തുന്നത്. (2013) മുതൽ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള റിവൈൻഡ് ബട്ടൺ അഥവാ ലോഗോയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ തരംഗമായ വീഡിയോകൾ ഏത്? അറിയാം യൂട്യൂബ് റിവൈൻഡിൽ. മൊബൈൽ ഫോൺ ഇന്ത്യയിൽ പ്രചരിച്ചു തുടങ്ങിയ വർഷങ്ങളിൽ വളരെ ജനപ്രിയമായ ബ്രാൻഡായിരുന്നു അൽക്കാറ്റൽ. അൽക്കാറ്റൽ മൊബൈൽ ഫോണുകൾ അത്രയധികമാണ് ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് പുതിയ ബ്രാൻഡുകളുടെ തള്ളിക്കയറ്റത്തിൽ അൽക്കാറ്റൽ അല്പം പിന്നോട്ട് പോയി. ഇപ്പോൾ അൽക്കാറ്റൽ ഒരു വലിയ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അൽക്കാറ്റൽ ഐഡോൾ എന്ന സ്മാർട്ട് ഫോൺ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ് കമ്പനി. 17,000 രൂപ വില നിലവാരത്തിലാണ് ഐഡോൾ ഇന്ത്യയിൽ എത്തുന്നത്. ഈ ഫോണിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ആക്സസറീസ്, അതായത് JBL ഒരു ഹെഡ്ഫോണും ഒപ്പം ഒരു വെർച്വൽ റിയാലിറ്റി ഗോഗിൾസും നൽകുന്നുണ്ട് അൽക്കാറ്റൽ. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അൽക്കാറ്റൽ. ഏകദേശം 5,000 റീറ്റെയിൽ സ്റ്റോഴ്സാണ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത്. അതായത് അടുത്ത വർഷം പകുതിയോടെ 1000 റീറ്റെയിൽ സ്റ്റോഴ്സ് പുതുതായിട്ട് എത്തുന്നുണ്ട് ഇന്ത്യയിൽ അൽക്കാറ്റലിൻ്റെതായി. ഇപ്പോൾ 700 റീറ്റെയിൽ സ്റ്റോറുകളാണ് അൽക്കാറ്റലിൻ്റെതായി ഇന്ത്യയിലുള്ളത്. അത് 5000-ലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ വളരെ പ്രധാനപ്പെട്ടൊരു വിപണിയായി തിരിച്ചറിയുന്നുണ്ട് അൽക്കാറ്റൽ എന്നതിൻ്റെ സൂചനയാണിത്. ഇനി അൽക്കാറ്റൽ ഐഡോളിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൂടി എത്താം. 16,999 രൂപ എന്ന വിലയ്ക്കാണ് കമ്പനി ഈ 4G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. JBL ഹെഡ്ഫോണും ഒപ്പം ഒരു വെർച്വൽ റിയാലിറ്റി ഗോഗിൾസും ഇതോടൊപ്പം ലഭിക്കും. 2018 10% മാർക്കറ്റ് ഷെയറാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കമ്പനി അധികൃതർ പറയുന്നു.
ഇപ്പോൾ കമ്പനി പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് 5.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് ഫോണിനുള്ളത്. ഇതൊരു ഡ്യുവൽ സിം ഫോണാണ്. GB റാം, 16 GB ഇന്റേണൽ സ്റ്റോറേജ്, 512 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അൽക്കാറ്റൽ ഐഡോൾ എക്സ്ക്ലൂസീവായി ഫ്ലിപ്കാർട്ട് വഴി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മൊബൈൽ ഫോൺ ഗെയിമിങ്ങിൽ പുതിയ ഒരു ട്രെൻഡിലാണ് ലോകം. അല്ലെങ്കിൽ ഈ ട്രെൻഡിനോട് ഗെയിമിംഗ് ഇൻഡസ്ട്രി പൊരുത്തപ്പെട്ടു എന്നും പറയണം. അതായത് ഫ്രീ ഗെയിമിംഗ് ആപ്സിനോട് മാത്രമാണ് ഇപ്പോൾ ലോകത്തിന് പ്രതിപത്തി. അതായത് പെയ്ഡ് ആപ്സിൻ്റെ കാലം കഴിഞ്ഞു. ഒരുപക്ഷെ നമുക്കറിയാം, റോവിയോ തുടങ്ങി വെച്ച ആംഗ്രി ബേർഡ്സിൻ്റെ വിജയം തന്നെയായിരിക്കാം ഇതിന് കാരണം. ആംഗ്രി ബേർഡ്സ് ഒരു വലിയ സക്സസ് ആയിരുന്നു. പക്ഷേ ആംഗ്രി ബേർഡ്സ് ഒരിക്കലും ഒരു പെയ്ഡ് ഗെയിം ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഹയർ വേർഷൻസിലേക്ക് പോകുമ്പോൾ, കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ പണം മുടക്കേണ്ടി വരിക. അതും ഉപഭോക്താവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അതിൻ്റെ ബേസിക് വെർഷനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ അഡ്വാൻസ് വെർഷനോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു പൈസ പോലും മുടക്കേണ്ടി വരുന്നില്ല. ഏതായാലും റോവിയെ തുടങ്ങി വെച്ച ഈ ഒരു രീതിയെ ഗെയിമിംഗ് ഇൻഡസ്ട്രി പിന്തുടരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് ഹിറ്റായ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആകട്ടെ, അല്ലെങ്കിൽ ക്ലാഷ് റോയൽ ആകട്ടെ, അല്ലെങ്കിൽ കാൻഡി ക്രഷ് സാഗ ആകട്ടെ, ഇതൊക്കെ ഫ്രീ ഗെയിംസ് ആണ്. ഇതിൻ്റെ ഹയർ വേർഷൻസിന് മാത്രമേ നിങ്ങൾ പണം മുടക്കേണ്ടി വരുന്നുള്ളൂ. അതും നിങ്ങൾക്ക് ഈ ഗെയിം തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അത്തരത്തിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പുതിയ സമവാക്യം റവന്യൂ ജനറേഷന് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നതിൽ മറ്റു പല മോഡൽസും പിന്തുടരാനായിട്ട് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഗെയിമിങ്ങിൽ താല്പര്യമുള്ളവർക്കെല്ലാം ഈ ഗെയിമുകൾ സൗജന്യമായി നൽകുക, അത്തരത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതോടെ, ആ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നതിലൂടെ മറ്റു മാർഗങ്ങളിൽ വരുമാനം കണ്ടെത്തുക, ഇതാണ് ഇപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ആപ്തവാക്യം. കണക്കുകളും ഈ ഒരു രീതിയെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം 2016 ഇന്ത്യയിലെ കണക്ക് ഏകദേശം 1.6 ബില്യൺ ആപ്പ് ഡൗൺലോഡ്സ് ആണ് ഇന്ത്യയിലുണ്ടായത് ഗെയിമിങ്ങിൽ. അതായത് 160 കോടി ആപ്പുകളാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യപ്പെട്ടത്. 2020 ആകുമ്പോഴേക്ക് ഇത് 530 കോടി വരെ ആകും എന്നാണ് കണക്ക്. ഏതായാലും ഗെയിം ഡെവലപ്പേഴ്സ് എല്ലാം ഈ ഒരു അവസരം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഗെയിമുകൾ സൗജന്യമായി നൽകാൻ തീരുമാനിക്കുന്നത്. പെയ്ഡ് ആപ്സിന് പകരം ഫ്രീമിയം ഗെയിംസ്, അതായത് ഫ്രീ ആയി പ്രീമിയം ഗെയിംസ് നൽകുക. പലപ്പോഴും മൊബൈൽ ഫോൺ ഗെയിമേഴ്സിൻ്റെ ഒരു രീതി, ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് 3-4 ദിവസം കളിച്ചതിന് ശേഷം അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മറ്റൊരു ഗെയിമിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് ഒരു ഗെയിമിലേക്ക് തുടർച്ചയായി ആരും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 130 കോടി ജനം, അല്ലെങ്കിൽ 130 കോടിക്കകത്ത് മാത്രം ജനസംഖ്യയുള്ള രാജ്യത്ത് 160 കോടി ഡൗൺലോഡ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പെയ്ഡ് ആപ്സിന് ഈ ഒരു മേഖലയിൽ യാതൊരു സാധ്യതയും ഇനി അങ്ങോട്ടില്ല. ആരും പണം മുടക്കി സ്ഥിരമായി ഒരു ഗെയിം പണം കൊടുത്ത് വാങ്ങി അത് കാലങ്ങളോളം ഉപയോഗിക്കുന്ന രീതി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗെയിം ഡെവലപ്പേഴ്സ് എല്ലാം പരമാവധി ഗെയിമുകൾ സൗജന്യമായി നൽകുക, അത് ഡൗൺലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, മികച്ച റിസൾട്ട് നൽകുക. അതിനുശേഷം മറ്റ് പുതിയ ഗെയിമുകൾ കൂടി ഈ മേഖലയിലേക്ക് ഒരേ ഡെവലപ്പറിൽ നിന്നും എത്തുക. ആപ്പ് ഡൗൺലോഡ്സിൻ്റെ എണ്ണമാണ് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് ആപ്പുകളുടെ ഡൗൺലോഡിൽ ലോകത്ത് 5ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതുതന്നെ വളരെ പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണ്. ഏതായാലും വരും വർഷങ്ങളിൽ ഇപ്പോൾ തൊട്ട് മുന്നിലുള്ള റഷ്യയെയും ബ്രസീലിനെയും മറികടന്ന് ഇന്ത്യ മുന്നേറും എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് പരമ്പരാഗതമായി തന്നെ ഒരു പെയ്ഡ് ഗെയിമിംഗ് കൾച്ചർ ഇല്ല എന്ന് ഡെവലപ്പർമാർ പറയുന്നു. അതിന് കാരണം ഇവിടുത്തെ കുറഞ്ഞ ക്രെഡിറ്റ് കാർഡ് പെനട്രേഷനാണ്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നോട്ട് അസാധുവാക്കലും തുടർന്നു വന്നിരിക്കുന്ന ഈ ഡിജിറ്റൽ ഇക്കോണമി സംബന്ധിച്ച ചർച്ചകളും ഒരുപക്ഷെ പെയ്ഡ് ഗെയിമിങ്ങിന് ചെറിയ സാധ്യതകളെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്നേക്കാമെന്നും ഒരു വാദമുണ്ട്.